ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ജപ്പാൻകാരുടെ സോജു. ഇതൊരു ബിയറുമായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുന്നതാണ്. അപ്പോൾ ഒരു ഏഷ്യൻ കടയിൽ കയറിയപ്പോൾ കൗതുകം കൊണ്ട് ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. അതിനുശേഷം നമ്മൾ നേരെ KFC പോയത്. അവിടെ നമ്മൾ ആദ്യം ഒരു 10 യൂറോയുടെ ഒരു ബോക്സ്, ഒരു കോംബോ ഓഫറാണ് നോക്കിയത്. പക്ഷേ എന്തൊക്കെയോ മിസ്റ്റേക്ക് കാരണം അത് 20 യൂറോ ആയിട്ട് വന്ന്. പിന്നെ ക്യാൻസൽ ഓർഡർ ചെയ്തിട്ട് രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ മിക്കവാറും KFCയിൽ നല്ല റേറ്റ് ആണെങ്കിലും KFCയിൽ വരാൻ കാര്യം വേറെ ഒരു കടകളിലും അത്ര ക്വാളിറ്റിയും ടേസ്റ്റും ഉള്ള ചിക്കൻ നമ്മളിതുവരെ കഴിച്ചിട്ടില്ല. നമ്മൾ പല സ്ഥലത്തുനിന്നും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോക്കോ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ അമേരിക്കൻ ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ അത്യാവശ്യം ക്വാണ്ടിറ്റി നല്ലോണം തരും, പൈസയും കുറവാണ്. പക്ഷേ KFCയുടെ അത്ര ടേസ്റ്റ് ഇല്ല. എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ KFC ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഒരു നാട്ടിലെ, അതായത് ഞാൻ ഇതിനു മുന്നത്തെ കൺട്രിയിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇരട്ടി റേറ്റാണ് ഇവർ വാങ്ങിക്കുന്നത്. ഇപ്പോൾ 6 പീസ് ചിക്കനും ഒരു ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസും ഒരു കോളയ്ക്കും കൂടെ അവർ ഏകദേശം നാട്ടിൽ റേറ്റ് നോക്കുകയാണെങ്കിൽ 1000 രൂപയാണ് ഓർഡർ ചെയ്ത്. എന്തായാലും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളതെല്ലാം വടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു ആൻറ്റീക്ക് ഷോപ്പിലേക്കാണ് പോയത്. അപ്പോൾ ജർമ്മനിയിൽ ഒരുപാട് ആൻറ്റീക്ക് ഷോപ്പുകളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്, നമ്മൾ കണ്ടു തീരാൻ പറ്റത്തില്ല, അതിന് മാത്രം ആൻറ്റീക്ക് ഷോപ്പുണ്ട്. അങ്ങനെ കുറേ അതിനകത്തുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ.